ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസവുമെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് തിരുചര്യ. ആ തിരുചര്യ നമുക്ക് മനസ്സിലാകുന്നത് ഹദീസുകളിൽ നിന്നാണ്. ആ ഹദീസുകൾ സ്വീകരിക്കണമെങ്കിൽ കൃത്യമായി മുസ്ലിം ലോകം ഐക്യകണ്ഠേന രൂപപ്പെടുത്തിയിട്ടുള്ള ഹദീസു നിദാന ശാസ്ത്രമുണ്ട് എന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഹദീസു സംരക്ഷകർ എന്ന വ്യാജേന പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വിസ്ഡം ടീം, ഫൈസൽ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ടീം, അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ്. ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അള്ളാഹു ആ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സത്യത്തെ നിഷേധിക്കുന്നവർ എത്ര വെറുത്താലും ശരി എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ സാധിക്കുകയില്ല. മറിച്ച് ഇവർ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കും എന്നതാണ് വസ്തുത. ഇവർക്ക് ആദർശ തലത്തിൽ യാതൊരു സ്ഥിരതയുമില്ല എന്നതാണ്. ഓന്ത് നിറം മാറുന്നത് പോലെ സന്ദർഭത്തിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യും? നിറം മാറിക്കൊണ്ടേയിരിക്കും. അതിന് ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ആദ്യമായി കേൾപ്പിച്ചു തരാം. 31/6/2011 ചൊവ്വാഴ്ച 9 മണി മുതൽ മദീനത്തുലുലൂം അറബിക് കോളേജിൽ ഇവരും ജമിയത്തുലമയും തമ്മിൽ നടന്നിട്ടുള്ളൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിലെ ചില സംസാരങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതിൽ PN അബ്ദുൽ ലത്തീഫ് മൗലവി പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഷബീർ മദീനിയെ പോലുള്ള ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സലഫിയും പങ്കെടുത്തിട്ടുണ്ട്. ചർച്ചക്കിടയിൽ അബ്ദുറഹ്മാൻ സലഫി യാ ഇബാദല്ലാഹ് അഅ്യൂനി എന്ന് പറയുന്ന ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജിന്ന് ടീമിൻ്റെ ഭാഗമായി വന്നവർ PN ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അതിനെ എതിർത്തു. ഞങ്ങളത് പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് പറയാം, ചർച്ചയാവാതെ. അപ്പോൾ പറ്റില്ലാത്തൊരു അവസരമാണല്ലോ, ഇതിൽ അതും കൂടിയാണ് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ PNും അതിനെ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്തിട്ട് PN അന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു വന്നതാണ്, മൂലക്കൽ വച്ചിരുന്ന മഴു എടുത്തിട്ട് തോളിൽ വെച്ചതാണ് എന്നാണ് PN പറഞ്ഞത് അതിന് പ്രതികരണമായിട്ട്. എന്നിട്ട് അവസാനം സംസാരമായപ്പോൾ PN പറഞ്ഞിട്ട് ഇജ്ജാ കടലാസ് കൊണ്ട് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ഇങ്ങനെയാണ്, ഇജ്ജാ കടലാസ് കൊണ്ട് കൊണ്ടാ, ഞാനത് എഴുതാം, കുറച്ചൊക്കെ ബുദ്ധിയും കോമൺ സെൻസൊക്കെ ഉപയോഗിക്കണം എന്ന് PN ആണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് ആ സംസാരം കേൾക്കാവുന്നതാണ്. അവസാനം പറഞ്ഞെന്താണ്? നിങ്ങൾ ജിന്നുകൾ ഗൈബിയായ സൃഷ്ടികളാണ്, അവയോട് സഹായം തേടാൻ പാടില്ല, അത് ശിർക്കാണ്. അത് കേട്ടു. നമ്മൾ രാവിലെ മുതലേ ഇരുന്ന് ഇവിടെ ഇതുവരെ എത്തിയ ഒരു കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണ്ടാത്ത ഒരു ബാത്തിലാക്കുന്ന ഒരു കാര്യം വാദിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ വേണ്ടാത്ത ഒരു ബാത്തിലാക്കുന്ന ഒരു കാര്യം വാദിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് വാദമുണ്ടോ? ഗൈബിയായ ശക്തികളാണ്, അവരോട് സഹായം തേടാൻ പാടില്ല, ശിർക്കാൻ തിരിക്കുകയാണ്. മലക്കുകളോടോ അത് ശ്രദ്ധിച്ചവർക്ക് കുറച്ചൊക്കെ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അന്ന് ഇതിനെ ശക്തിയുക്തം എതിർത്ത ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് പറഞ്ഞ PN ആണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 13 ഹാലിറും ഖാദിറുമായ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ല, അത് ഹറാമാവുള്ളൂ, വസീലത്ത് ഷിർക്കേ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേഖാമൂലം കത്തയച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്, ഇവരുടെ ആദർശം എവിടെയാണ്? ഇനി ആരുടേതാണ് ഈ ആദർശം? ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് മക്ക മുശ്രിക്കുകളുടെ ആദർശമാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ജിന്നിലെ 6-ാമത്തെ ആയത്തെടുത്ത് നോക്ക് നിങ്ങൾ. വന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന്
ഫസാദുഹും റഹക. ഒരു സംഘം മനുഷ്യർ മറ്റൊരു സംഘം ജിന്നുകളോട് സഹായം തേടിയിരുന്നു. ഈ സഹായത്തേട്ടം രക്ഷ തേടിയിരുന്നു. ഈ സഹായത്തേട്ടം ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിച്ചു, അല്ലെങ്കിൽ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആരാണ് ജിന്നുകളോട് സഹായം തേടിയിരുന്നത്? വിജനപ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. ആ മക്കയിലെ മുശ്രിക്കുകളുടെ പാരമ്പര്യം പേറുന്നവരാണ് ഫൈസൽ മുസ്ലിയാരും ടീമും. എന്നിട്ടാണ് യഥാർത്ഥ മുജാഹിദുകളെ കുറിച്ച് ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇനി ഈ വിശ്വാസം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? സമസ്തക്കാരാണ്. മുജാഹിദുകൾ അതിനെ എതിർത്തപ്പോൾ കാന്തപുര ഉസ്താദ് അതിന് മറുപടി പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. ജിന്നിനെ വിളിച്ചാൽ ശിർക്കാവൂല, മനുഷ്യനെ വിളിച്ചാലേ ശിർക്കാവൂ. എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് പറ്റിയത്? ജിന്ന് അല്ലാഹുവിന്റെ മഖ്ലൂഖ് അല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? എത്രയോ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയണം. എവിടെ പറയണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളൊരു യാത്ര പോകുമ്പോൾ വല്ല മരുഭൂമിയിലും എത്തി, അല്ലെങ്കിൽ അറിയപ്പെടാത്ത സ്ഥലത്തെത്തി, നിങ്ങൾക്ക് വഴി പിഴച്ചു പോയി, ആരെയും കാണുന്നില്ല, വലിയ മരുഭൂമിയിലാണ് നിങ്ങളുള്ളത്, ഒറ്റക്കുട്ടിയെയും കാണുന്നില്ല. എന്നാൽ അവിടെ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊള്ളുക. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹുവിന്റെ അടിമകൾ അവിടെ എത്തും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്നു. അവിടെ ജിന്ന് എന്നോ ഇൻസ് എന്നോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. ജിന്നിനെയും വിളിക്കാം, ഇൻസിനെയും വിളിക്കാം, അല്ലാഹുവിന്റെ അടിമകളെ വിളിക്കാം എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. കേട്ടല്ലോ, കാന്തപുരം സുന്നികൾ സമസ്തക്കാർ ഈ ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു സഹായം തേടാമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുജാഹിദുകളാണ് അതിനെ കണിശമായി എതിർത്തത്. പക്ഷേ ഈ സമസ്തക്കാരുടെ വാദം, പണ്ട് മക്ക മുശ്രിക്കുകൾ ഉന്നയിച്ച ആ വാദം സമസ്തക്കാർ ഇവിടെ ഉന്നയിച്ചു നടന്നിരുന്നു. മുജാഹിദുകളാണ് അതിന് മറുപടി പറഞ്ഞത്. പക്ഷേ ആ മുശ്രിക്കുകളുടെയും സമസ്തക്കാരുടെയും വാദം ഇവർ കടെടുത്തു. കടെടുത്തപ്പോൾ ഇവരെന്നെ രണ്ടായി. ആ കാര മൂശൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി ഇത്. പക്ഷേ എന്തോ രണ്ടായിട്ടുണ്ട്. ജബ്ബാർ മൗലവി എഴുതിയതിനെ അള്ളാഹുവിൻ്റെ അടിമകളെ എന്ന് വിജനപ്രദേശത്തെത്തിയാൽ അങ്ങനെ വിളിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് ജബ്ബാർ മൗലവി എഴുതിയതിനെ ഫൈസൽ മുസ്ലിയാർ ന്യായീകരിക്കുന്നു. അതിന് മറുപടി പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഇവരുടെ നേതാവായ CP സലീമാണ്. ഒന്ന് കേട്ടു നോക്ക്. ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. ലൈഫായ ഹദീസ് ആരെങ്കിലും സ്വീകരിക്കോ? ഉദാഹരണമായി യാ ഇബാദല്ലാഹ് അഈനൂനി, വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നുകളോ മലക്കുകളോ സഹായിക്കുന്നു വിചാരിച്ചിട്ട് വിളിച്ചോളൂ. ആ ഹദീസ് ലൈഫാണ്, ലൈഫാണ്, ലൈഫാണ്. ഇതാർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നെ കാക്കണെന്ന് വിളിച്ചാൽ ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ആർക്കാ തർക്കം? ലൈഫായ ഹദീസിനെ പറ്റി വർത്തമാനമില്ല. സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ ഹദീസ് അത് ഖുർആനെതിരാവൂല. ശ്രദ്ധിച്ചല്ലോ. ഇത് കേട്ടപ്പോഴാണ് ഫൈസൽ മുസ്ലിയാർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പറയുന്നുണ്ട്, ഈ MBBS അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിലൊക്കെ നടക്കുന്ന ആളുകൾക്കൊന്നും വേണമെന്ന് അറിയാനൊന്നുമില്ല, അവകാശമില്ല. അതൊക്കെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ മുസ്ലിയാക്കന്മാർ പറയേണ്ടതാണെന്ന്. മുസ്ലിയാർ ഷിർക്കിനെ ന്യായീകരിച്ചപ്പോൾ CP സലീം അതിനെ എതിർത്തു. ഇവർ 2ഉം 3ഉമല്ല,
എടത്തനാട്ടുകര വേറൊരു ടീമുണ്ട് ഇവരുടെ അടിസ്ഥാനത്തിൽ. ഈ രീതിയിൽ കഷ്ണങ്ങളായി പിരിഞ്ഞ് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും ആശയങ്ങളെയും ആദർശങ്ങളെയും ഇസ്ലാമിക വിശ്വാസങ്ങളെയും ഊതിക്കെടുത്താനാണ് ഈ ടീം ശ്രമിക്കുന്നത്. നടക്കൂല മക്കളെ. ഇനി ആലോചിച്ച് നോക്ക്, ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ റെഡിയാണോ അല്ലേ? നോക്കൂ, KP മുഹമ്മദ് മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി പോലെയുള്ള മഹാരഥന്മാരായ ആളുകൾ, CP-യും EK-യും എല്ലാവരുമുള്ള ഒത്തൊരുമിച്ച് പ്രബോധനം നടത്തുന്ന കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം എന്താണ് എന്ന് KK സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത് കേട്ടു നോക്ക്. മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെറുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? കേട്ടല്ലോ, സിഹറിന്റെ വിഷയത്തിൽ, മാരണത്തിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് KK സക്കരിയ സലാഹി അന്ന് പ്രസംഗിച്ചത്. ഈ പ്രസംഗങ്ങൾ അണികളൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? ആ കുട്ടികളൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടിക്കാണ്ട് കേൾപ്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ ആ നേരില്ലാത്ത നേർപ്പദത്തിലൊന്ന് എഴുതാൻ പറ്റുമോ? ആ പ്രസംഗം ഒന്ന് എഴുതാൻ പറ്റുമോ? നിങ്ങളെ ഉസ്താദായിരുന്നല്ലോ, അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ വിഷ്ണൻ ടീം എന്നത് ഈ ഇസ്ലാമിക സമൂഹത്തിലെ ഇത്തിക്കണ്ണികളാണ്. ഇസ്ലാമിനെയും ആ ഇസ്ലാമിക സംസ്കാരത്തെയും നശിപ്പിച്ച് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും സമൂഹത്തെ തളച്ചിട്ട് മറ്റൊരു മേഖലയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.